അന്യോന്യമുള്ള ഇഷ്ടം പരസ്പരം പറയാതിരുന്നാൽ എങ്ങനെയാ ഒന്നിക്കാൻ കഴിയുക? വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്ന പോലെ അല്ല പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ. പിന്നെ ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതെ പോയാല് ചിലപ്പോ എല്ലാം കൈവിട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെടുത്തിയവരുടെ ജീവിതം പലപ്പോഴും നമ്മൾ സിനിമകളിലും കഥകളിലും കണ്ടിട്ടുള്ളതല്ലേ. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയതൊന്നും നമുക്ക് തിരിച്ചു. സത്യ ഇവിടെ ഒരു ഒപ്പുവയ്ക്കാൻ നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഗോപേട്ട RC ബുക്കാൻ കൊടുക്ക. ക്യാഷ് നാളെ തരാം. പേപ്പേഴ്സ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നാളെ എപ്പോ വരണം? 10 മണിക്ക് ശേഷം വന്നത്. ആയിക്കോട്ടെ. മോളെ വളരെ ഉപകാരം. നാളെ വന്ന് കാശ് വാങ്ങിച്ചോണം. ഇനി ഇതിന്റെ പുറകെ നടക്കാൻ എനിക്ക് പറ്റില്ല. ശരി മോളെ, വലിയ ഉപകാരം. സത്യക്ക് കോഫി പറയട്ടെ? വേണ്ട സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതാരൊക്കെയാ? കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കല്യാണമാണ്, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഓ, എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു ജീവിതം വേണമെന്ന് തോന്നിയല്ലോ. ജീവിതം വേണമെന്ന് 20 വർഷം മുമ്പ് തോന്നിയതാ. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു. പരസ്പരം തുറന്നു പറയാതെ അതങ്ങനെ 20 വർഷം കഴിഞ്ഞു പോയി. എന്നിട്ടും ആരാ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അതിനെന്താ സംശയം, ഇവൻ തന്നെ ആവും. ഞാനാ പറഞ്ഞത്. ഏട്ടന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അത് ഏട്ടൻ എന്നോട് തുറന്നു പറയില്ലെന്ന് തോന്നിയപ്പോ ഞാൻ എന്റെ ഇഷ്ടം ഏട്ടനോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും 20 വർഷം കഴിഞ്ഞു. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് പെട്ടെന്ന് തുറന്നു പറയണം. അതെ, വിക്രമൻ പറയട്ടെ എന്ന് കരുതി കാത്തിരുന്ന ഞങ്ങൾ തമ്മിലുള്ള വിവാഹവും ഇതുപോലെ നീണ്ടുപോകും. ഇപ്പൊ ടിവിയിൽ ഇതിനെ കുറിച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ സത്യ? അതിങ്ങെടുക്ക്. കുടുംബസമേതം വരണം. തീർച്ചയായും. ദേ സത്യം ഉണ്ടാവും. ഒന്നുകൂടെ സത്യ, സത്യം വരണം. വരാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ വരട്ടെ. ഓക്കെ. എന്നാ പിന്നെ പറഞ്ഞതുപോലെ. ശരി, ആയിക്കോട്ടെ. എത്രയും വേഗം വിക്രമനെ എന്റെ സ്നേഹം അറിയിച്ചേ പറ്റൂ. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എന്താടോ, എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? സീരിയസാ. എന്താ അത്? എന്താണെങ്കിലും പറയേ. എപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നഷ്ടം നമുക്ക് രണ്ടുപേർക്കുവാ. നമുക്ക് രണ്ടുപേർക്കും നഷ്ടോ?
എന്താ സത്യ? വിക്രമ, സോറി സുധി, എനിക്ക് അങ്ങനെ വിളിക്കാലോ അല്ലേ? ഹ, തീർച്ചയായിട്ടും. സത്യ, കാര്യം പറ. അത് എനിക്ക് സുധിയോട് ആ, എടുക്ക് സത്യ, സംസാരിച്ചോ. ഹലോ. അയ്യോ, ആണോ? ഏത് ആശുപത്രിയിലാ? ആ ശരി, ഞാൻ വരാം. ആ, ഇപ്പൊ തന്നെ വരാം, ടെൻഷൻ ആവണ്ട. ആ ആ ശരി. എന്താ സത്യ, ആരാ ഹോസ്പിറ്റലില്? ആ, അത് ഞങ്ങളുടെ കോളനിയിലുള്ളൊരു കുട്ടിയാ. ഒരു ഓപ്പറേഷൻ വേണമെന്ന ഡോക്ടർമാർ പറയുന്നത്. കുറെ നാളായി കിടപ്പിലാ അമ്മു. ഇപ്പോഴാണെങ്കിൽ ഇത്തിരി സീരിയസാ. വിക്രമൻ ഫ്രീ ആണോ? ആ, അതെ. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. ആ, പോവാം. വാടാ. ഇവിടെ വന്നേ പിന്നെയാ കുറച്ച് ആശ്വാസമായത്. സാരല്ല കേട്ടോ, മോള് പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്ന ഡോക്ടർ പറഞ്ഞു. മോളുടെ ബ്ലഡ് കിട്ടാൻ പ്രയാസ, അതാ ഒരു പേടി. പേടിക്കൊന്നും വേണ്ട, ഞാനതൊക്കെ ശരിയാക്കിക്കോളാം. രമേശ് ഡോക്ടറല്ലേ കാണിക്കുന്നത്? വിക്രമ, എന്നെ ഒന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും.
ഞാൻ എന്താ വേണ്ടത്? ബ്ലഡിന്റെ കാര്യം ഒന്ന് ശരിയാക്കണം. ഉം. നമുക്ക് അമ്മുനെ കാണുന്ന ഡോക്ടറെ ഒന്ന് കാണാം. ശരി. വാ. സാറ് ധൈര്യമായിട്ടിരിക്കും. ഇന്ന് അവളെ കൊന്നിരിക്കും. ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാ. ജീവനോട് അവൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകരുതെന്ന് MLA സാർ പറഞ്ഞിരിക്കുന്നത്. തീർക്കണം. ഇന്നത്തോടെ സത്യം അവസാനിക്കണം. ആ ശരി സത്യ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ ശരി. സത്യം എപ്പോഴെന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ലടാ. ആ കുഞ്ഞിന് വളരെ സീരിയസ് ആണ് പോലും. ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്ന്. ആ കുഞ്ഞിന് മാച്ച് ചെയ്യുന്ന ബ്ലഡ് സത്യം എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള ഓട്ടത്തിലാ സത്യം. എവിടുന്നെങ്കിലും ശരിയായാ മതിയായിരുന്നു. ശരിയാവൂടാ, സത്യമല്ലേ പോയിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ആളെ എത്തിക്കാന്ന് ഹോസ്പിറ്റലിൽ സത്യ വാക്ക് കൊടുത്തിരിക്കുക. സത്യ വാക്കുകൊടുത്താ അത് എത്തിച്ചിരിക്കും. അമ്മുൻ്റെത് റയർ ബ്ലഡ് ഗ്രൂപ്പാ. ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോ കിട്ടാനുമില്ല. ഞാൻ നോക്കാം സിസ്റ്റർ. ഞങ്ങളുടെ ക്ലബിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്യും. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? AB നെഗറ്റീവ്. ആ. മൈ ഗോഡ്, എന്റെ ഗ്രൂപ്പ് തന്നെയാണല്ലോ. ഭഗവാനെ, ഞാൻ ഈ ഗ്രൂപ്പുകാരനാണെന്ന് സത്യം അറിഞ്ഞാൽ എന്റെ പണി കഴിയും. വേണ്ട, ബ്ലഡ് കൊടുക്കാനുള്ള ധൈര്യം എനിക്കില്ല. തൽക്കാലം മിണ്ടാതിരിക്കുന്ന നല്ലത്. അല്ല വിക്രമ, സംഭവം കലക്കി. ഏ? ബ്ലഡ് കൊടുക്കാനുള്ള ആളെ കിട്ടി. ആര്? വിക്രമൻ തന്നെ. അല്ല, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ? മുമ്പൊരിക്കൽ സുധി ഇതുപോലെ ദൈവദൂതനായി വന്ന് ഒരാളെ രക്ഷിച്ചിട്ടുണ്ട്. അവന്റെ ബ്ലഡ് AB നെഗറ്റീവാ. നിങ്ങളുടെ ബ്ലഡ് AB നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞു. സുധി, സാരമില്ലടാ, ഒരു ചെറിയ കുത്തല്ലേ, ഒരു ഉറുമ്പോടിക്കുന്ന വേദനയല്ലേ ഉള്ളൂ. അതിനിങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞാലോ? ഫ്രഷ് ജ്യൂസാ. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കണമെന്നാ. ക്ഷീണം മാറട്ടെ. ദാ. എനിക്ക് വേണ്ട. എന്താ ഓർമ്മയില്ലേ? നീ അത് മറന്നിട്ടില്ല അല്ലേടി? ഞാനത് മറക്കില്ല. ഏ? എനിക്ക് പേടിയാ. ആ, ഒന്നിങ്ങോട്ട് വന്നേ. ഹേയ് പ്ലീസ്. ആ, വരാനല്ലേ പറഞ്ഞു. പോ. വേണ്ട. ഈശ്വര, ചോര കണ്ട എനിക്ക് തല കറങ്ങരുതേ. സത്യ, എന്നെ വേദനിപ്പിക്കാതെ സൂചി വെക്കാൻ പറയണേ പ്ലീസ്. അയ്യേ, ഇതെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ആ, ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടിയല്ലെന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു. വിക്രമൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നതേ ഒരു പുണ്യകർമ്മ. അതൊക്കെ അറിയാം. എന്റെ ബ്ലഡ് കൊണ്ട് ആ കുഞ്ഞ് ജീവിക്കുമെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലേ ധൈര്യമായിട്ടിരിക്കെ. വിക്രമനെ ഇപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ ജില്ലയിൽ തന്നെ വിക്രമനെ കൂടാതെ 2-3 പേർക്ക് ഈ ബ്ലഡ് ഉള്ളൂ. ഉം.
കൈ കാണിക്ക്. കയ്യോ? അതെ. സത്യ, എന്റെ ഫോണിൽ നിന്നേ. ഫോണിപ്പോ എന്തിനാ? അത് ചുമ്മാ ചോദിച്ചതാ. കൈ ഒന്ന് നീട്ടിക്ക്. 1 സെക്കൻഡ്. എന്താ? അതെ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. വെള്ളമല്ലേ കുറച്ച് മുമ്പേ കുടിച്ചേ? എന്നാ പിന്നെ ഒന്നും വേണ്ട. എന്നാ കിടക്ക്, അങ്ങോട്ട് കിടക്ക്. കുത്തട്ടെ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റും ഇല്ല, മര്യാദക്ക് അവിടെ കിടന്നു. കുത്തിക്കോ. ഹലോ, കഴിഞ്ഞു കേട്ടോ. ഇത് കയ്യിൽ വെച്ചോളൂ, പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവള് പുറത്തിറങ്ങും. ലിഫ്റ്റ് വഴി അങ്ങനെ പോയാലോ? ഒരു പണി ഒപ്പിക്കാം. അങ്ങനെയെങ്കിൽ ലിഫ്റ്റിലിട്ട് തന്നെ തീർത്തളെ. അപ്പൊ അവനെയോ? രണ്ടിനെയും. എങ്ങനെ? ശ്വാസം മുട്ടിച്ച് കൊല്ലാം. വഴിയുണ്ട്, വാ. ഇതാണ് ജനറേറ്റർ റൂം. വാ. ദേ, അതാണ് ലിഫ്റ്റിലേക്കുള്ള കണക്ഷൻ. ഓക്കെ, അവർ ലിഫ്റ്റ് കയറുമ്പോൾ ഞാൻ ഫോൺ ചെയ്യാം. നീ അപ്പോൾ തന്നെ ലിഫ്റ്റിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണം. നീഡിലെടുക്കട്ടെ? കഴിഞ്ഞു. കഴിഞ്ഞോ? ആ.
എന്തിന്? നിങ്ങൾ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഒരു പാവം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് കൊടുത്താണോ ഇത്ര വലിയ കാര്യം? അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അത് കടമയല്ലേ, നമ്മൾ ചെയ്യേണ്ട കടമ.